അല്ല സജാദേ, പോവാ ഈ പാറയൊക്കെ വലിഞ്ഞ് ഞാനേ കുറച്ച് റിസ്ക് എടുത്ത് എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു മല കയറുന്നത്. എന്റെ നാട്ടിന്റെ സൈഡിലൊക്കെ ഒരുപാട് മലകളൊക്കെ ഉണ്ടായിരുന്നു. അത് ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് കയറിപ്പോയതാണ്. ഇപ്പൊ നമ്മൾ എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മുടെ നാട്ടിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയോ മരമോ എന്തു വേണമെങ്കിലും പറയാം, ഒരു പന വിഭാഗത്തിൽ പെടുന്ന ഒരു സാധനമാണ് ഈന്ത്. മലബാറുകാർക്ക് ഒരു പക്ഷേ ഈ ഈന്ത് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തി തരണം എന്ന് നിർബന്ധം ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ ഏത് മലബാറുകാരനാണെങ്കിലും ശരി, ഈ ഒരു സംഭവം ഇപ്പൊ പറ്റേ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര കിതപ്പിട്ടോ. ആ മല താഴെ നിന്ന് കാണിച്ചു കൊടുത്തേ. ഇത്രയും പേര് അത്രയും നല്ല ചെങ്കുത്തായ ഒരു മലയും കയറി പോവാണ്. ഇന്ന് പോകുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞിട്ടില്ല വാ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാധനം നമുക്ക് പറിച്ച്, അഥവാ ഈന്തുങ്ക പറിച്ചിട്ട്, അതുകൊണ്ട് എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? പുട്ട് വിടാം, അതോ പത്രിയോ? പുട്ട് അഥവാ ഈന്തുങ്കായ പറിച്ച്, പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കി. ഈന്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലബാറുകാർക്ക് പ്രശ്നം ഇല്ലായിരിക്കാം, പക്ഷെ ആ ഒരു സാധനം ഇന്ന് കിട്ടാനില്ല ഇവിടെ. അപ്പോൾ ഒരു വലിയൊരു ഈന്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു താഴ്വാരത്തിലേക്കാണ് നമ്മൾ പോണത്. താഴ്വാരമല്ല, ഒരു മലയുടെ മുകളിലാട്ടോ. ഇത് മല എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് അല്ലാട്ടോ, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അത് നമ്മൾ പ്രത്യേകം പറയണം, കാരണം പല കാര്യങ്ങൾക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നോക്കിയേ, ഇതാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ്. നോക്കൂ ചുറ്റും കണ്ടോ. ഞാനിപ്പോൾ ഇടുക്കിയിലാട്ടോ. ഇടുക്കിയിൽ ഇത് എവിടെ സ്ഥലം? കട്ടപ്പനക്കടുത്താണേ. ഇടുക്കിയിലാണ്. നോക്കിയാൽ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഒരു ഇടുക്കിയുടെ ആ ഒരു ഭംഗി ഒന്ന് കാണിച്ചു നോക്കിയാൽ. നോക്കിയേ എന്താ രസം എന്നറിയാം. ഇതൊക്കെ എന്താ പറയുക, നമുക്ക് ദൈവം കനിഞ്ഞകിയ ഒരു പ്രകൃതിയുടെ ഒരു മഹാസൗന്ദര്യം കേട്ടോ ഇടുക്കി പറഞ്ഞാൽ. മിടുക്കി എന്ന് പറയുന്നത് വെറുതെ വിമാനമൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ആ മല കയറി പോയിട്ട് ഈന്ത് പൊറിക്കുന്നതാണ് ഇന്ന് കാണാൻ പോണത്. അവസാനം വരെ കണ്ട ഒരു അടിപൊളി 1.5 വീഡിയോ ആയിരിക്കും. അപ്പം നേരെ മല കയറാം. അപ്പോൾ ഇതേ നമ്മൾ അവിടുന്ന് ഇങ്ങനെ കയറി പോകട്ടോ. നമ്മുടെ കൂടെ ഇത് പറിക്കാനും വെട്ടാനും സംഭവത്തിനൊക്കെ ഒരാളും കൊണ്ട്. ചേട്ടൻ്റെ പേരെന്തായാലും സാമല്ലേ? സാം ചേട്ടനാണ് ആളിതിൻ്റെ ഒരു എക്സ്പേർട്ട് ആട്ടോ, അല്ലേ? അപ്പം നമ്മൾ പൊളിക്കാൻ പോവാ. കിതപ്പുണ്ടോ? എന്റെ പോലെ ഇനി കുറെ അങ്ങോട്ട് പോകണ്ടോ? ഒരുപാട് ദൂരം ഇനിയും പോകണ്ടല്ലേ? അടിപൊളി. ഏതായാലും ഈ നനഞ്ഞു കുളിച്ച് കയറാം. പോട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ. നോക്കി കയറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞാൻ എൻ്റെ നാട്ടിലൊരു പൊമ്പ്രമല പറഞ്ഞ ചെറിയൊരു മല ഉണ്ട്. അതിൻ്റെ മേലെ കയറിയിട്ടുള്ള പരിചയമുള്ളൂ. അത് ചെറുപ്പകാലത്തൊക്കെ പ്രത്യേകിച്ച് ഈ മുള്ളുങ്ക പറിക്കാനൊക്കെ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. പാലക്കാട് ജില്ലയിൽ വളരെ കുറവായൊരു സാധനമാണ് ഈ ഈന്ത്. നേരെ മറിച്ച് മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നുള്ളത് ഇതേപോലെ മലയോര പ്രദേശങ്ങളിലായിരിക്കും. എൻ്റെ പൊന്നോ, അവിടെ നോക്കി. നമ്മൾ കയറിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഇത്രയും ദൂരം കയറി വന്നു എന്നുള്ളത്. അയ്യോ, ഇതേ പോകുന്നുണ്ടോ? ഇനി ഇതിൻ്റെ അപ്പുറത്ത് വേണം പോകാനായിട്ട്. അല്ല മോനെ ഭായി, ഇപ്പം നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര 2 കിലോമീറ്റർ ആയോ? കുത്തുകയറ്റം 1 കിലോമീറ്ററും നിരന്നത് കുറച്ചു കിട്ടോ. മൊത്തം 2 കിലോമീറ്റർ കയറി. സാം ചേട്ടാ, എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും ഇപ്പോൾ? 1 കിലോമീറ്റർ മുകളിലായി. തീരാറായോ? ഇല്ലില്ല, ഇനിയുണ്ട്. ഇനി ഇറക്കം. ഒരു മല കയറിയ 1 കിലോമീറ്റർ ഇറങ്ങണം നമുക്ക്. നോക്കി, ഇതപ്പോൾ ഒരു നിരന്ന് സ്ഥലത്താട്ടോ ഉള്ള മലയുടെ മുകളിൽ കേട്ടോ. അപ്പുറത്തും മല. അതായത് നമ്മൾ കയറി വന്നതും മല. ഈ മല ഇനി നമുക്ക് ആ മലയുടെ എവിടെക്കാണ് പോകണ്ടേ? അങ്ങോട്ടാ പോകണ്ടേ അല്ലേ? അങ്ങോട്ടാ പോകണ്ടേ? എടുക്കാം. ഓക്കെ. സാംചേട്ടൻ അവിടെ നിന്നൊരു മുത്തപ്പൻ്റെ അനുഗ്രഹം മേടിക്കുന്നത്. ആയിക്കോട്ടെ, എന്താ പിന്നെ അങ്ങനെ ആവട്ടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മരുഭൂമിപ്പെട്ട പോലെ കേട്ടോ. എങ്ങനെ ഇറങ്ങിപ്പോണമെന്നൊരു ഐഡിയ കിട്ടൂല. 4 പുറം മലയാണ്. ഇനി കുറച്ച് വിദൂരതയിലേക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടുക്കി ഡാം കാണാവുന്നതാണ്. അല്ല സാം ചേട്ടാ, നിങ്ങൾ എന്തോ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എന്താകുമ്പോൾ ഇവിടെ ഈ പുല്ലിനകത്ത് കാട്ടുപന്നി കാണും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാൽ വരാവുള്ളൂ. ഇത് ആക്രമിക്കുന്ന സ്വഭാവമുള്ളതാണ് കാട്ടുപന്നി. ആണോ? എന്നെ ശ്രദ്ധിച്ച് മുൻപോട്ട് കൊടുക്കും. നോക്കി, നല്ല അടിപൊളി പുല്ലാട്ടോ. ഒച്ചേക്കാം. നോക്കിയേ, കാട്ടുപന്നി എന്ന് പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞല്ല കേട്ടോ. ഇത് കാട്ടുപന്നി കുത്തിയതല്ലേ? നല്ല വ്യൂ കണ്ട് കിടക്കാൻ പറ്റൂലേ? കാട്ടുപന്നിക്കൊരു ലാവിശായിട്ട്. നോക്കിയേ, കാട്ടുപന്നി അല്ല, ഏത് പന്നിയാണെങ്കിലും ഒന്ന് നോക്കി പോകും. എന്താ രസം എന്നറിയാം. അടിപൊളിയാണ്. അല്ല, നമുക്ക് ഇനി പോകേണ്ടത് ആ മലയുടെ മുകളിലേക്കാ? അപ്പുറം കടന്നു പോകണം. അതെ അല്ലേ? ഒരു ഫ്ലൈറ്റ് കിട്ടും എന്തോ. നോക്കി, കേറി വലിയൊരു കുന്നിന്റെ മുകളിലെത്തിട്ടോ.
പേരുകളിൽ ഒരുപാട് മലകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഞാനിവിടെ കാണിക്കാൻ കാരണം നോക്കി ഇതുണ്ടോ, ഈ ഒരു മലയുടെ മുകളിലൊരു കുരിശുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ മലയുടെ മുകളിൽ ആദ്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് താമസക്കാരുണ്ടായിരുന്നു എന്നൊക്കെയാണ് പിന്നെ സാംചേട്ടനും മണിച്ചേട്ടനൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ അന്ന് അവർ ചെയ്തിരുന്ന ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇതുണ്ടാവുക. ഓക്കെ, എന്തോ രസം എന്നറിയാതെ ഭയങ്കര രസമാണ്, ചെറിയ നല്ല കാറ്റുമുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് അതാ ഒരു മല കാണുന്നുണ്ടോ, ആ മലയുടെ അടുക്കട്ടെ നമുക്ക് പോകേണ്ടത്. അയ്യോ എന്താ എന്നറിയോ, ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ നല്ലൊരു മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഒരു കോട്ട് എടുത്തിട്ടു. ഇപ്പോൾ ഇതാണ് സ്റ്റൈല്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കോട്ട് നമ്മൾ കരുതിയിരുന്നു. സെറ്റ്. ഇനി നേരെ അങ്ങോട്ട് പോകാം. ഇത് കുറേ ആയാലും നടന്നു. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ തീർക്കാൻ കൊണ്ടാലോ പരിപാടി ഉണ്ടോ? പാലക്കാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ട് എന്നെ കൊല്ലാണ്ടിരിക്കാൻ പറ്റുമോ? ഇനി നമുക്കൊരു 1.5 കിലോമീറ്റർ കൂടെ ഇറങ്ങി പോയാൽ മതി. ഇനി 1.5 കിലോമീറ്ററോ? ഈ മല ഇറങ്ങി പോയാൽ ഇപ്പൊ എത്തും. ഓക്കെ, ഇപ്പോൾ ഒരു വലിയൊരു മല കയറി, അത് കഴിഞ്ഞിട്ട് ആ കുരിശുമല കയറ്റി, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറക്കി, ഇപ്പോൾ അതാ വേറൊരു മല കയറി, അതിൻ്റെ ശേഷം ഇപ്പോൾ അതാ പുതിയതൊന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്താണെന്നറിയോ, ഞാനിതൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്, ഈ മലയും ഇതിൻ്റെ ഭംഗിയൊക്കെ. ഏറെക്കുറെ അങ്ങനെ എത്തിയിട്ടുണ്ട്. നോക്കി ആ മലയുടെ ആ ഒരു പിന്നെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കുറച്ച് ഇങ്ങനെ ഈ ഇതിൻ്റെ പനകളിങ്ങനെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു പഴയ കാലത്ത് നമ്മളിവിടെ വന്നപ്പോൾ ഉള്ളൊരു കല്ലുവാഴയല്ലേ അത് ചേട്ടാ? കല്ലുവാഴയുടെ ഒരു സംഭവം ഉണ്ട്. അവിടെ ഒരു ഈന്തും ഉണ്ട് കേട്ടോ. ഈന്ത് അവിടെ ഒന്നുണ്ട്. അതേപോലെ തന്നെ താഴത്തൊക്കെ ഒരുപാടുണ്ട്. നമുക്കിനി പോകേണ്ടത് ഇത് ആ ഒരു പാറക്കെട്ട് കണ്ടോ, അതിൻ്റെ അപ്പുറത്തെ ഒരു സൈഡിലൂടെ നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇവിടെ ഏതായാലും ഒന്നുണ്ട്, നമ്മളിങ്ങനെ പോയി നോക്കുക. പ്രോപ്പറായിട്ട് വഴിയൊന്നുമില്ല, അങ്ങോട്ട് പോവന്നെ, വേറെ ലെവലായിട്ട് ഇങ്ങനെ പോവാം. ഈ പിന്നെ എന്താ പറയുക, ഈ ഒരു സൈസ് പുല്ലുണ്ടല്ലോ, ഇത് ഭയങ്കര വാളിൻ്റെ മൂർച്ച പോലത്തെ ഒരു ഇതുണ്ടല്ലോ, കൈയൊക്കെ മുറിയുന്ന ഒരു പുല്ലാണിത്. അപ്പോൾ ഇത് കാലിന് അത്യാവശ്യം പരിക്കുണ്ട്. ആ മഞ്ഞക്കോട്ടുകാരൻ പോണതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയാൽ മതി, വഴി പറ്റൂല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്താ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്തോ, അപ്പോൾ തന്നെ തീർന്നു പോകും ചിലപ്പോൾ. അപ്പോൾ ഇതേ ഒടുവിൽ നമ്മൾ ഒരു പരിധി വരെ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടിപൊളി ഈന്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ മുതുക്കിളവനാട്ടോ ഈ ഒരു ഇതിൻ്റെ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ വയസ്സ് എങ്ങനെയാണെന്നുള്ളത്. നമ്മളൊക്കെ പറയുന്നത് തന്നെ നമ്മുടെ വയസ്സ്, പക്ഷേ ഈന്തിൻ്റെ വയസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് 27 വയസ്സുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ ഈന്തിൻ്റെ കഥ, ഈശ്വര, ഇതൊരു സംഭവം തന്നെ ആയിരിക്കും. ഞാനങ്ങ് വരുന്നുണ്ടേ സാംചേട്ടോ. നമ്മൾ സാംചേട്ടനാട്ടോ നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഈന്തിങ്ങനെ കാണുക എന്നല്ലാതെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണോ, ഇതിൻ്റെ ചരിത്രം എന്താണോ, അല്ലെങ്കിൽ ഇതിൻ്റെ വയസ്സും നാളും എങ്ങനെയാണ് കണ്ടെത്തുക എന്നൊന്നും എനിക്കറിയില്ല. സാംചേട്ടാ, ഈ ഈന്തിന് വയസ്സ് കണ്ടെത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, വയസ്സ് കണ്ടെത്തുന്ന സംഭവം ഞാൻ പറയും എനിക്ക് 27 വയസ്സായിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞേ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതെല്ലാം ഈ പുല്ലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. ഇവിടെ ഈ സൈഡ് കാണിച്ചാൽ മതി. ഇതൊരു ചെറിയ ഈന്ത്, അല്ലെങ്കിൽ ചെറുതല്ല ഒരു വലിയ ഈന്ത് മരമാണ്. ഈ ഈന്ത് മരം ചെറിയ തൈയായിട്ട് വരുമ്പോൾ അതിലൊരു 5-10 വർഷത്തെ ഗ്യാപ്പുണ്ട്. ഇതൊന്ന് വലുതായിട്ട് ഒന്ന് തിരിഞ്ഞ് വലുതായി വരാൻ വേണ്ടി. പിന്നെ നമുക്കിപ്പോൾ ഈ മേഖല നിന്നാണെങ്കിൽ കുറച്ച് പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വേനൽക്കാലം ആകുമ്പോൾ തീ പിടിക്കുന്നതാണെങ്കിൽ അതാണ് ഈ കരിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഈ അടിഭാഗം ഈ ഭാഗങ്ങളൊന്നും കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇതിന് മുകളിലേക്ക് വരുന്ന എല്ലാ ഭാഗങ്ങളും ഇത് ഇങ്ങനെ ഓരോ ലെയറാണ്. ഇത് ഒരു വർഷത്തെ സൂചിപ്പിക്കുന്നതാണ് ഈന്ത് മരത്തിന്റെ സംവിധാനങ്ങൾ. റൗണ്ട് ഒരു വർഷമാണ് ആയുസ് നമ്മൾ തരുന്നതാണ്. ഈ ഒരേ വർഷത്തെ ആയുസുകളാണ് ഈ മരത്തിന് ഇങ്ങനെ ബേസിട്ട് പോകുന്നത്. ഇതിങ്ങനെ എണ്ണി പോകുമ്പോഴാണ് ഇതിന്റെ വയസ്സ് നമ്മൾ നിർണ്ണയിക്കാൻ പറ്റുന്നത്. ഇതെല്ലാം മുകളിലേക്ക് കാണുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച ആ വയസ്സുകൾ ഇവർക്ക് ഏകദേശം ഒരു 10-30 വയസ്സിന്റെ അടുത്ത് കാണും. 30 അല്ല, ഇത് നമുക്കിപ്പോ 50 വയസ്സിന് മുകളിലുണ്ട് സംഭവം ആണല്ലേ. ഓക്കെ, അപ്പോൾ ഇത് സാംചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇതിൽ PhD എടുത്ത മനുഷ്യനാട്ടോ. ഈ ഒരു ഈന്ത് വെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ ഇവിടുന്ന് ഒരു സംഭവം കാണിച്ചു തരാം. ഈന്ത് നമ്മൾ സാംചേട്ടൻ നമ്മളൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ 1-2 പനയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് ഈന്ത് ഇങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ പോലും ഒരാഴ്ചയിൽ കിട്ടുന്ന നെല്ല് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈന്ത്. നെല്ല് കഴിഞ്ഞും ഇത്തിരിയും കൂടെ ഗ്യാപ്പാണ് വരുന്നത്. ഈ ഈന്ത് എന്ന് പറയുന്ന സാധനം നമുക്ക് ഇതിന്റെ ഉൽപാദനം നമുക്ക് കിട്ടുന്നു. ഓക്കെ നമ്മൾ സാധനം തൂക്കിയാലോ? നമുക്ക് ഇത് വെട്ടിയിറക്കാം. നമ്മളിങ്ങനെ ഇതിങ്ങനെ ഇതിൽ 5 എണ്ണം ഉണ്ട്. 5 എണ്ണം ഒരെണ്ണം പൊഴിഞ്ഞ് വേണം 6 എണ്ണം ഉണ്ട്.
പെറുക്കി എടുക്കണമെങ്കിലേ ഇതെല്ലാം കൂടെ വെട്ടിയിട്ട് താഴെ വരുന്ന പെറുക്കിയെടുക്കും. ഇത് 6 കായാണ് ആവറേജ്, നമുക്ക് 6 കാ കിട്ടും. ഇതിലിപ്പോൾ ഒരെണ്ണം പൊഴിഞ്ഞ് വെട്ടണം 5 കാ. ഇതിലൊരു കായിനെ എടുക്കുന്നു. ഇത് നമ്മൾ ഇഞ്ചി മരത്തെ വെച്ച് ഇങ്ങനെ വെട്ടി കാണിക്കും. ഇത് നമ്മൾ പിളർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ട്. ഇതാണ് ഈ കായാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഇതാണ് ഈ സംഭവമാണ് നമ്മൾ പൊടിയാക്കി മാറ്റുന്നത്. ഇതാണ് പൊടിയാക്കി നമ്മൾ. ഓക്കെ 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 ഓക്കെ. ഇതാണ് പൊടിയാക്കിയിട്ട് പുട്ട്, പിടി അല്ലേ അതൊക്കെ ഉണ്ടാക്കണം. നോക്കിയാൽ ശരിക്കും ഒരു എന്താ പറയാ, ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു പച്ച രൂപം അല്ലേ? പിന്നെ സംശയേട്ടാ അത് രൂപം ഏകദേശം ഈത്തപ്പനയുടെ ഈന്തപ്പനയുടെ അതേ മാതൃകയാണ് ഏറെക്കുറെ. ഓക്കെ ഓക്കെ. അതിൻ്റെ ഒരു ചെറിയൊരു കോല തന്നെ നോക്കട്ടെ. ഒരു ചെറിയൊരു സാധാ ഒരു കായുടെ മണം കേട്ടോ. നോക്കി കാണാൻ നല്ല ഭംഗിയായിട്ട്. പഴുത്ത് കഴിയുമ്പോൾ മഞ്ഞ കളറാണ് വരുന്നത്. ഇപ്പൊ പഴമായിട്ടില്ല, ഏകദേശം പഴം വരുന്നത് മഞ്ഞ കളറിലോട്ട്. അടക്ക ഈ സാധനം ഇത് അസാമാന്യമായിട്ട് ഈ സാധനം കൊണ്ടുപോകും. കടവാവലും വാവലും പഴുത്ത് കഴിയുമ്പോൾ ഈ സാധനം അവർക്ക് ഭക്ഷണമായിട്ട് അവർ അങ്ങനെയാണ് ഇത് പരാഗണം നടക്കുന്നത്. ഇതാ ഈ പരാഗണം നടക്കുന്നത് പല മേഖലകളിലും ഇതുപോലെ മലങ്കട്ടിലും ഈ പാറക്കെട്ടിലും ഒക്കെ വരുന്ന അവരാണ് കാഷ്ടിച്ചിടുന്നതിനകത്ത് ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യായുസിന് മുകളിൽ ഉണ്ട് സംഭവങ്ങളൊക്കെ. അത്രയും കാര്യങ്ങളാണ് ഇവിടെ ഈ ഭാഗത്തും ഇങ്ങനെ ഒരു പ്ലാന്റ് പോലെ വരുന്നതും ഇങ്ങനെ ഈ വാവലുകളുടെ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു മലക്കെട്ടിലൊക്കെ ഈ ഒരു സാധനം തളിർത്ത് വളരുന്നത്. ഓക്കെ നോക്കി നല്ല ഒരു അടക്ക പോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളി. ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെട്ടിയിട്ടോ. ഇനി ഒരുപാട് സ്ഥലം, ഒരുപാട് കായുള്ള പനകളൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് പോണത് അല്ലേ മനസ്സേട്ടാ? വെറുതെ എന്നല്ല ഈ സംഭവം ശരിക്കുള്ള ഈന്തത്തോട്ടം കാണാൻ പോകുന്നു. അതല്ലേ വെറുതെ അല്ല ഈ സംഭവം ഇങ്ങനെ അന്യം നിന്ന് പോണേ. ഇല്ല സ്ഥലത്തേക്ക് വരാനുള്ള റിസ്ക് മനസ്സിലായല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, ഇത് ഒരു മല കേട്ടോ. ഇത് ഇറങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ മലയുടെ അടിവാരത്തേക്ക് ഇറങ്ങും. നമ്മൾ കേറിയത് പോലെ തന്നെ ഒരു ഇറക്കമാണ് ഇനി. ഓക്കെ ഓക്കെ. അല്ല മനസ്സേട്ടാ, വേറെ സംഭവം നടക്കട്ടെ, വണ്ടി പോട്ടെ. ഞാൻ വേറെ സംശയം ചോദിക്കണേ. ഇപ്പൊ ഈ ഒരു പൊടി നമുക്ക് സെയിലിനുണ്ടോ നമ്മുടെ കയ്യില്? ഉണ്ട് അല്ലേ? നമ്മളിതുപോലെ പല സമയങ്ങളില്ല ഇങ്ങനെ കേറി വെട്ടിയെടുത്ത് നടാനായിട്ട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കായായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്, വിത്തായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആവശ്യക്കാർക്ക്. പിന്നെ വേറെ സംഭവം ഉണ്ട്. ഇതൊരു കായോ അല്ലെങ്കിൽ ഒരു സംഭവത്തിനൊക്കെ അപ്പുറത്തേക്ക് വീടിന്റെ 2 സൈഡിലാണ് കൊടുത്താണ്ടല്ലോ, നല്ല ഭംഗിയല്ലേ, വൃത്തിയായിട്ട് നിൽക്കുന്നത്. ഞാൻ എന്റെ ഭംഗിയിലെ പനകൾ കാണിച്ചു തരാം. കേരളത്തിന്റെ കാലാവസ്ഥക്ക് നട്ടുപിടിപ്പിക്കാനും പറ്റും. അയ്യോ വീണുപോയി, അത് സാറില്ല, അത് കുഴപ്പമില്ല. നടുകുത്തി വീണു നോക്കിയേ. അയ്യോ പുല്ലിൽ വഴുക്കിയിട്ട് വീണതാ. അപ്പോൾ പറഞ്ഞു വന്നത്, പന നമ്മുടെ വീടിൻ്റെയൊക്കെ മുമ്പിൽ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ അതേ മനുഷ്യരുടെ നമ്പർ കൊടുക്കട്ടോ, ആവശ്യമുള്ളവർ ഇതേക്ക് ഇത്രയും റിസ്ക് എടുത്ത് പൊടിച്ചുണ്ടാക്കുന്ന പൊടിയാണ്. അപ്പോൾ ആവശ്യക്കാർ ഓർഡർ ചെയ്തോ കേട്ടോ. മനുഷ്യട്ടാ എത്തിച്ചു കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ. വലിയൊരു പാറക്കെട്ടിൻ്റെ സൈഡിലൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഗൈസ്. പൂര കുത്തി വീടും ചളിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെ നമ്മുടെ ഈന്തിൻ്റെ തോട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലത്തെത്തിയിരുന്നു. നോക്കണ്ട, ചുറ്റുഭാഗം കംപ്ലീറ്റ് തോട്ടമാണ്. തോട്ടം പോലെ നിറഞ്ഞു നിൽക്കുന്ന പനകളാട്ടോ. ഒരു പക്ക ഈന്തപ്പന പോലെ തോന്നും കണ്ടു കഴിഞ്ഞാൽ. നോക്കി, ചെറുതും വലുതുമായിട്ട് നിരവധി ഒരുപാട് പിന്നെ പനകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇനിയും കുറച്ചും കൂടെ നമുക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. വെട്ടി ഇത് ഇറക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരും വേണം. ഓക്കെ. അതിന് ശേഷം ഇതിൻ്റെ പ്രോസസ്സിങ്ങും ഇതെങ്ങനെ പൊടിയായിട്ട് വരുന്നു എന്നൊക്കെ കാണണം. ഇത് നേരെ കൊണ്ടുപോയി പിടിച്ച് ഉണക്കി പിടിക്കാനൊന്നും പറ്റില്ല. ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. 2ാമത്തെ തവണ ഇപ്പം ഇന്ന് വീഴാൻ പോണേ. കണ്ടോ, ഇവിടെ അത്യാവശ്യം നല്ല പനകളാട്ടോ ഉള്ളത്. നോക്കി, കായ്ച്ചതും കായ്ക്കാത്തതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഈടായിട്ട് വെട്ടി കൊണ്ടുപോയതാണ് തോന്നുന്നു കേട്ടോ. താഴെയുണ്ട്, അതേപോലെ ആ സൈഡിലൂടെ ഒക്കെ ഉണ്ട്. കണ്ടോ, ഇതൊരു ഈന്തിൻ്റെ ഒരു ഏരിയ കേട്ടോ. കണ്ടോ, നിറച്ച് പനകളാതിയനെ. നല്ല മഴയൊക്കെ മാറി ഇപ്പം നല്ല അടിപൊളി കാലാവസ്ഥയാണ്. നോക്കി, ഇതൊരു താഴ്വാരം. പഠിച്ചവനെ നിങ്ങൾ കാത്തോടി പോവും. ചെറിയൊരു നോക്ക്, ഒരു കുഞ്ഞ് നടവഴിയേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇതൊക്കെ വെട്ടിയെടുത്തതാണ്.
നോക്കി അങ്ങോട്ടൊക്കെ തന്നെ കേട്ടോ സംഭവം. നോക്കി വലിയൊരു മലയുടെ താഴ്വാരത്തോടെ ഒരു സംഭവം കണ്ടോ, വലിയൊരു പാറ ഉണ്ടോ. അതേപോലെ തന്നെ താഴേക്ക് ചെങ്കുത്തുമാണ്, അത് വേറെ വിഷയം. ആകെ ഒരു സമാധാനം വിദൂരതയിലേക്ക് നോക്കുമ്പോഴാണ്. നോക്കി 2 പാറകളാട്ടോ, ഇരട്ടപ്പാറ. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഒരു ഗുഹ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊരു മനുഷ്യനെ കാണുന്നുണ്ട്. ആ മനുഷ്യന് ഭക്ഷണം കഴിക്കാനേ സമയം ഉച്ചയായിട്ടോ. ഭക്ഷണം ഞങ്ങൾ പാർസൽ. എന്താ നമ്മൾ ഫുഡ് കൊടുത്തത് മനുഷ്യേട്ടാ? നമ്മൾ ബറോട്ടയും കടലക്കറി പാടി. ഇനിയൊരു രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേക്കും കൊടുത്താൽ മതി, നനച്ചു കൊടുത്താൽ മതി ഇടക്കിടക്ക് അല്ലേ? അപ്പോൾ ഇതേ വെള്ളം വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ നല്ല അരുവിയല്ല, ഒരു എന്താ പറയുക, എന്തെന്ന് പറയാ, ആ ഇവിടെ ചെറിയൊരു അരുവിയല്ല, ഒരു നീരുറവ് വരുന്നു. നല്ല തെളിഞ്ഞ വെള്ളം കണ്ടേ. നോക്കി സൈലന്റ്, നല്ല അടിപൊളി ക്ലീൻ വെള്ളം കേട്ടോ. മേലൊരു ഗുഹ ഉണ്ട്. അതേപോലെ തന്നെ വലിയൊരു പാറ കേട്ടോ. പാറ എന്ന് പറഞ്ഞാൽ ഭയാനകമായ എത്ര ഡിഗ്രി എന്നൊന്നും എനിക്കറിയില്ല, ഭയങ്കര കൂറ്റൻ പാറയാണ് കേട്ടോ. അയ്യോ കൈയറിയിട്ട് കഴിക്കട്ടെ. കുറച്ചൊക്കെ താഴെ പോകുന്നുണ്ട്, നമുക്ക് പിന്നെ താഴെ നിന്നും കൂടെ എടുക്കും. സംചേട്ടത് എന്താണ്? ഇതിന്റെ തൈയാണ്. ഇത് നമുക്ക് അങ്ങനെ എപ്പോഴും കാണാൻ പറ്റില്ല. എന്നാൽ വവ്വാല് കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് ഇതങ്ങനെ കാഴ്ചയിൽ നമുക്ക് കിട്ടുകയില്ല. ഇത് വവ്വാല് കൊണ്ടുപോകുന്ന സാധനം, അതുകൊണ്ട് നമുക്ക് കിട്ടിയതാണ് നമുക്ക്. റെയർ സംഭവമാണ് ഇത് അല്ലേ? അപ്പോഴേ ഡേ 2 രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ആ മലയുടെ മുകളിൽ നിന്ന് വെട്ടിയിറക്കി. ഓ എൻ്റെ പൊന്നോ, ഇടപാട് തീർന്നു പോയിട്ട് വീട്ടിത്തം വിട്ട മഴയും അതിനുശേഷം ആ മല ഇറങ്ങി വീഴലും അതിന് ശേഷം ഞങ്ങൾ കടന്ന് ഉരുളലും നട്ടപ്പാതിര. എന്തായാലും രണ്ടാമത്തെ ദിവസം നമ്മളിവിടെ ആ ഒരു കെട്ടിക്കൊടുന്ന ചാക്കിൽ നിന്നൊക്കെ സാധനം ഒഴിച്ച് ഇതേപോലത്തെ പിന്നെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഇനി അത് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എന്ത് ചെയ്യുന്നത്, ഒരു പൊടിയാക്കാനുള്ള പരിപാടികളൊക്കെ ഇവിടെ കാണണം കേട്ടോ. ഇനി നമുക്ക് പൊടിയാക്കണം എങ്ങനെയെന്നും അത് കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് പലഹാരം ഉണ്ടാക്കുന്നതൊക്കെ ഇടന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഇത് പിന്നെ ഏകദേശം വെട്ടി 2 പീസാക്കിയതാണ്. അഥവാ ഒരു കായനെടുത്ത് 2 പീസാക്കും. അതിന് ശേഷം ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിലാണ് ഇതേപോലത്തെ പരിപ്പ് വരിക കേട്ടോ. കണ്ടോ, ഇതേപോലത്തെ പരിപ്പാണ് നമുക്ക് എന്ത് ചെയ്യണത്, പിന്നെ ചൂടാക്കി. ഇത് ഡ്രയറൊക്കെ വെക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഒരുപാട് കഷ്ടപ്പാടാട്ടോ ഇതിന്. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പിന്നെ എവിടെയും കിട്ടാൻ ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഇത് ചേട്ടൻ അവിടെ കത്തി കൊണ്ട് അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ള ഓരോ സംഭവം ഇങ്ങനെ നമുക്ക് ഓരോന്നിങ്ങനെ കാണാം കേട്ടോ. മനുഷ്യട്ടാ, നമ്മൾ വെട്ടി പീസാക്കി ഒരു കായനെ 2 ആക്കിയതിന് ശേഷം ഇങ്ങനെ ആക്കൂലേ. ഇനി ഇതുകൊണ്ട് എന്താ പരിപാടി? ഇത് ഫുള്ള് ഡ്രയർ മെഷീനിലേക്ക് വെക്കുവാണ്. ഇതിപ്പോ അതിന്റെ ഡ്രൈയിലേക്ക് നമ്മള് ഫുള്ള് അങ്ങ് നിരത്തി ഈ പരിപ്പായിട്ട് ഇതിന്റെ അകത്ത് എടുക്കാൻ വേണ്ടി, ഉണക്കാൻ വേണ്ടിട്ട് നമ്മള് 12 മണിക്കൂറാണ് ഇതിന്റെ പ്രോസസ്. 12 മണിക്കൂർ ഉണങ്ങാൻ വെക്കണം. 12 മണിക്കൂർ ഇത് ഡ്രയർ മെഷീനിലേക്ക് വെക്കുവാണ്. ഓക്കെ. ഇപ്പൊ ഡ്രയർ അല്ലാതെ സാധാരണ വെയിലത്താണ് ഉണക്കണമെങ്കിലോ? വെയിലത്താണ്. മഴക്കാലത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു രീതി നടക്കുകയല്ല. മഴക്കാലത്താണ് ഇതിന്റെ സീസൺ. വെയിലത്തിടുവാണെങ്കിൽ നല്ല ഫുൾ ടൈം വെയിലുള്ള നല്ല കത്തി നിൽക്കുന്ന വെയിലുള്ള ദിവസമാണെങ്കിൽ 2 ദിവസം ഇട്ടാ ഓക്കെ. 2 ദിവസം. പക്ഷെ എപ്പോഴും പ്രോപ്പർ ആയിട്ട് നമ്മളൊരു സെയിലിംഗിലേക്കൊക്കെ വിൽക്കാനായിട്ട് ഒക്കെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഇല്ലാതെ നമ്മൾ എന്നാ പറയാ, വെയിലിന്റെ വേരിയേഷൻ വരും. പിന്നെ ഇങ്ങനെ കൊണ്ട് വഴിയിലിടുമ്പോ കോഴി കയറും, ഉള്ള സാധനങ്ങളൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. ഡ്രയർ മെഷീനിലാണെങ്കിൽ വളരെ സേഫ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ആ പരിപ്പ് കിട്ടും, നല്ല കളറുള്ള പരിപ്പ് കിട്ടും. ഇത് നേരെ ഡ്രൈയിലേക്ക് കയറ്റാൻ പോകണേ. ഇത് നേരെ ഇനി ഡ്രയർ മെഷീനിലേക്ക് എടുത്ത് ഇനി 12 മണിക്കൂറിന് ശേഷം ഇത് ഡ്രയറിലും കൂടി വെക്കണേ നമുക്ക് കാണാം കേട്ടോ. അതിന് ശേഷം 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുക്കാം. ചേട്ടാ ഇനി എന്താ ചെയ്യാൻ പോണേ? 12 മണിക്കൂറിന് ശേഷം നമ്മള് ഉണങ്ങാൻ വെച്ച ഈന്തുക ഉണങ്ങിയിട്ടുണ്ട്. എടുക്കാൻ പോണേ അല്ലേ? ഇതുണ്ടോ നമ്മൾ എടുക്കുമ്പോ സാധനം ഇതിന്റെ അത് ഇളകി വിട്ടു. ഇതുണ്ടോ പരിപ്പായിട്ട്. ഇത് നമ്മളിരുന്ന് ഓരോന്ന് കത്തിക്ക് കുത്തി എടുത്തു കഴിഞ്ഞാൽ സാധനം എല്ലാം പൊട്ടിപ്പോവും. ഈ സാധനം ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ 12 മണിക്കൂറിന് ശേഷം ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ട്. നമ്മളിത് ഇതിനെ ഇങ്ങനെ എടുത്ത് സൗണ്ട് തന്നെ മാറിപ്പോയി അല്ലേ? കിലുകിലൊന്നൊരു സൗണ്ട് കേട്ടോ. ഇടുമ്പം തന്നെ പരിപ്പ് ചാടിപ്പോകുന്നുണ്ട്.
ഓക്കെ കറക്റ്റ് ഓരോന്ന് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അഥവാ 12 മണിക്കൂർ ഈ ഒരു ഡ്രയറിൽ ഇരുന്ന് ചൂടായതിനു ശേഷമാണ് ഇങ്ങനെ കരിപ്പൂട് കണ്ടോ വേറെ വേറെ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ചേട്ടാ 12 മണിക്കൂറിന് ശേഷം നമ്മൾ അന്ന് എടുത്തു അല്ലേ? ഇനി എന്താണ് പരിപാടി? നമ്മൾ ഈ പരിപ്പുണ്ടല്ലോ വിട്ട് വരാൻ വേണ്ടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഉണ്ടോ? ഇപ്പൊ നോക്കിയാൽ മോളി ഇതുണ്ടോ തൊണ്ട് വിട്ട് മാറി നിൽക്കുന്നുണ്ടോ? തൊണ്ട് മാത്രമേ അതിനു വേണ്ടി ഇങ്ങനെ ഒന്ന് പിന്നെ കുലുക്കി കൊടുക്കണം. എന്നിട്ട് കണ്ടോ നമ്മള് കൈ കൊണ്ട് വാരി കഴിയുമ്പോ ഇതിന്റെ അതൊരു പരിപ്പുണ്ടോ നോക്കി. ഇത് നമ്മൾ എന്ത് ചെയ്യും? തൊണ്ട് വേറെ ആക്കും. അപ്പൊ ഇതിന്റെ അടിയിൽ കംപ്ലീറ്റ് പരിപ്പ് പോയി ഇരിക്കുന്നുണ്ടാവും അല്ലേ? പരിപ്പെല്ലാം സെപ്പറേറ്റ് തിരിച്ചു. അപ്പൊ ഇനിയാണ് ഇതിന്റെ ഒരു നല്ലൊരു പ്രോസസ്സിംഗ് ടൈം. ഈ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ടു വെള്ളം ഒഴിക്കും. വെള്ളം കണ്ടോ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതിന്റെ കാര്യം ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു കട്ട് പോലെ ഒരിതുണ്ട്. അത് പോകാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിക്കും. എന്നിട്ട് നമ്മളിത് രാവിലെയും വൈകിട്ടും നല്ലതുപോലെ കഴുകി ഇതിൻ്റെ വെള്ളം കളയണം. അങ്ങനെ 7 ദിവസത്തെ പ്രോസസ്സിംഗ് ആണ് ഇനി. രാവിലെയും വൈകിട്ടും വെള്ളം കളയണം. അങ്ങനെ 7 ദിവസം ഇങ്ങനെ കഴുകി കളഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇപ്പം നമ്മൾ വെള്ളത്തിലിട്ട ഈന്തങ്കായ നമ്മള് 7 ദിവസവും രാവിലെയും വൈകിട്ടും ഇതുണ്ടോ ഇങ്ങനെ കഴുകി വെള്ളം കളഞ്ഞ് രാവിലെയും വെള്ളം കളഞ്ഞു വെക്കും. അത് കഴിഞ്ഞ് വീണ്ടും വെള്ളം ഒഴിച്ച് ഇങ്ങനെ കഴുകി നമ്മളിത് അങ്ങനെ 7-ാം ദിവസം നമ്മളിതുണ്ടോ ഇങ്ങനെ കൊട്ടയ്ക്കകത്തേക്ക് വാരി വെക്കുവാണ്. മൊത്തം വെള്ളം വാർന്ന് നമ്മളിങ്ങനെ കൊട്ടയ്ക്കകത്തേക്ക് വാരി വെക്കും. അഥവാ ഇതിപ്പോ നമ്മള് നേരത്തെ വെക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു നല്ല യെല്ലോ കളറായിരുന്നു അല്ലേ? ആ ഒരു മട്ടന്റെ പറയാ അത് പോയിന്റ് ശേഷമാണ് ഇങ്ങനെ കിട്ടുക അല്ലെ? ഇത് 7 ദിവസം ഇതേപോലെ രാവിലെയും വൈകുന്നേരം വെള്ളം മാറ്റി ഭയങ്കര പ്രോസസ്സാണ്. ഏറ്റവും നീണ്ട ഒരു പ്രോസസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാ? ഇതൊന്നുകൂടെ ഡ്രയർ മെഷീൻ വെച്ചിട്ട് ഒന്ന് ഉണങ്ങും. ഇനി ഡ്രയറിൽ വീണ്ടും കയറ്റും. അത് കഴിഞ്ഞിട്ട് നേരെ പൊടിക്കാനായിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനനുസരിച്ച് പൊടിക്കും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പൊടിച്ചു വെക്കും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഇത്രയും നീണ്ട ഒരു പ്രോസസ്സ് വരുന്നത് എങ്ങനെയാണ് അല്ലേ? അപ്പൊ നമുക്ക് 7 ദിവസത്തിന് ശേഷം നല്ല കാണാൻ തന്നെ നല്ല അടിപൊളി സൂപ്പറായിട്ടില്ല കാണുമ്പോൾ നമുക്ക് കാണാം അല്ലേ? ഇത് വെള്ളം വാരാൻ വെക്കുകയാണ്. അതിന് ശേഷം ഡ്രയറിൽ കയറ്റി ഉണക്കിയതിന് ശേഷം ആവശ്യാനുസരണം എടുത്ത് പൊടിക്കും അല്ലേ? അതാണ് നമ്മുടെ ഈന്തം പരിപ്പ് ഈ മില്ലിൽ നമ്മൾ പൊടിച്ചെടുക്കുവാണ് കേട്ടോ. പൊടിച്ചെടുക്കുവാണ്. ഏകദേശം ഒരു ചെറിയ നമ്മുടെ ഗോതമ്പ് പൊടിയുടെ പോലെയൊക്കെ ഇരിക്കും കേട്ടോ. കുറച്ചുകൂടി ഒരു നിറം വ്യത്യാസമുണ്ട്. ചേട്ടാ എന്തായി പൊടിയൊക്കെ പൊടിച്ച് സെറ്റായി. പൊടി പൊടിച്ചല്ല നമ്മുടെ പിന്നെ ഇന്ത്യക്ക പൊടിച്ച് ഞങ്ങൾ മില്ലിൽ നിന്ന് പോയി കൊടുന്ന് അതിന് ശേഷം ഇവിടെ ഇങ്ങനെ പുട്ടിന് വേണ്ടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ടി ഉണ്ടാക്കാൻ പോവാണ്. പീരിടുന്നു നമുക്ക് തേങ്ങ പുട്ട് കുറച്ച് മതി. ടേസ്റ്റ് ഒന്നും അറിയണം അത്രേ ഉള്ളൂ. ചേട്ടാ അപ്പൊ എന്താ നമ്മളെ പ്ലേറ്റിൽ ഇരിക്കണേ? ഇതാണ് നമ്മുടെ ഈന്തങ്ങ പുട്ട്. നമ്മുടെ ദിനോസറിന്റെ കാലത്ത് ഒരു പനയിൽ നിന്നുണ്ടാണ് നല്ല ഈന്തക്കാപ്പുട്ട. നമ്മളിതിന്റെ മുമ്പത്തെ ഓരോ പ്രോസസ്സിംഗ് കണ്ടതാണ്. ഇതിന്റെ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത്. 2 ദിവസം നമ്മൾ മല കയറി. അതിന് ശേഷം എത്ര ദിവസമാണ് ഇത് പ്രോസസ്സിംഗ് ഉണ്ട്? ഞാൻ ഒരു കാര്യം ദിവസത്തോളം വെള്ളത്തിലിടുമ്പോ അതിന്റെ ആ ഒരു എന്താണ് ഷുഗറിന്റെ ഐറ്റംസ് ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് 7 ദിവസത്തോളം വെള്ളത്തിലിടുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ അത് ഷുഗറിന്റെ അംശം വളരെ കുറഞ്ഞു കിട്ടും. ഇല്ല വളരെ ഇല്ല. അതുപോലെ പ്രോട്ടീൻ റിച്ച് ആണ്. അതുപോലെ ഏത് പ്രായക്കാർക്കും കഴിക്കാം. ഒരു പ്രശ്നമില്ല. നല്ല സോഫ്റ്റ് അല്ലേ? നിങ്ങളൊന്ന് കഴിച്ചു നോക്കി. ടേസ്റ്റ് ഒന്ന് വിത്തൗട്ട് ഇപ്പൊ നമ്മള് നല്ലൊരു അടിപൊളി പഴം വാങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ടേസ്റ്റ് ഒന്ന് നോക്കണേ. ഫസ്റ്റ് ടൈം ആട്ടോ, ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ്. ലൈഫ് ടൈം ദിനോസറിന്റെ കാലത്ത് ഫുഡ് കഴിക്കുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ്, മസ്റ്റ് ട്രൈ ആയിട്ട്. സോഫ്റ്റ് ഇല്ല, വളരെ നല്ല സോഫ്റ്റ് ഇട്ടോ, നല്ല കറക്റ്റ്. നോക്കിയേ നമ്മൾ ഇത്ര സോഫ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് വേറെ കമ്പനിക്കാർ വേറെ വല്ല പൊടിയൊക്കെ ചേർക്കണം. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ കാര്യമായിട്ട് പറഞ്ഞാ ഇത്ര ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിക്കുമ്പോ തന്നെ നമുക്ക് ഇതിന്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവും. തള്ളി മറിക്കല്ലോ, അടിപൊളിയാണ്. ഇത് പഴം കൂട്ടിയൊരു പിടി. ഉണ്ടല്ലോ നല്ല ചിക്കൻ കറി, ബീഫ് കറി ഒക്കെ വന്നുണ്ടല്ലോ, വേറെ ലെവലാണ്. അതുപോലെ തന്നെ പിടി, പുഴുക്ക്, പുട്ട്, അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ഇതുകൊണ്ട് ഉണ്ടാക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു സാധനം വളരെ റെയർ ആണ് അല്ലേ?
റയറാണ് സാധനം, പ്ലീസ് പിന്നെ കഷ്ടപ്പാടും. ഭയങ്കര കഷ്ടപ്പാടായതുകൊണ്ട് തന്നെ ഇതൊരു പ്രോസസ്സിങ് വളരെ ആളുകളെല്ലാം നിർത്തിവെച്ചു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞത് ഇത് അന്യം നിന്ന് പോകുന്ന ഒരു സംഭവമാണെന്നുള്ളത്. അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട്, മനുഷ്യനെ വിളിക്കാം. നിങ്ങൾക്ക് നിങ്ങളെ വീടിൻ്റെ ഉമ്മറത്ത് സാധനം എത്തും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇതൊന്ന് മസ്റ്റ് ട്രൈ ചെയ്യണം. അഥവാ പുതുതലമുറക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ ഞാൻ ഫസ്റ്റ് ആട്ടോ കളിക്കണേ. അപ്പോൾ എമ്പക്കം പുട്ടൊക്കെ കഴിച്ചിട്ടേ മനസ്സിലാ എങ്ങനെ ഉണ്ടായിരുന്നു പുട്ടൊക്കെ? ഒരു രക്ഷയില്ല. ഞാൻ പറയാം, ഞാൻ നേരത്തെയും പറഞ്ഞു തോന്നുന്നു, പിന്നെ നമുക്ക് വീഡിയോക്ക് വേണ്ടി തള്ളിയതല്ല. ഇതാണ് സംഭവം. ഇത് നമ്മള് അഥവാ റെഡി ടു പൗഡർ പൊടിക്കാൻ വേണ്ടി റെഡിയാക്കി കായായിട്ട് നമ്മള് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അത് തന്നെ പൗഡറായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് 1 കിലോയുടെ പാക്കറ്റ്. ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ ചില ആളുകൾക്ക് പൊടിയിൽ മിക്സിംഗ് ഉണ്ടോ എന്നൊക്കെ സംശയം വരും. അങ്ങനത്തെ ആളുകൾ ഒരു സംശയം വേണ്ടത് ചെറുതായിട്ട് മില്ലിൽ പോകണമെന്നേ ഉള്ളൂ, പൊടിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് പുട്ടോ പിന്നെ എന്തുവാണെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം അപൂർവമായ വളരെ റയറായിട്ട് കിട്ടുന്ന ഒരുപാട് മല്ലിക്കട്ടി ഉണ്ടാക്കുന്ന ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യട്ടൻ നമ്പർ താഴെയുണ്ട്. ഓൾ ഇന്ത്യ ഡെലിവറിയാണ്. നിങ്ങളെ വീട്ടുപടിക്കൽ ഈ ഒരു സാധനം എത്തും. ഞാൻ വീണ്ടും പറയാണ്, ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. പുതിയ ജനറേഷൻ പുതിയ മക്കൾക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കരുത്. ഇതിങ്ങനെയൊക്കെ പഴയ കാലത്ത് ഇതൊക്കെ കഴിച്ച് ജനങ്ങൾ ജീവിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ? അപ്പോൾ എന്തായാലും വീണ്ടും പറയാണ്, ഓർഡർ ചെയ്തോ. അടുത്ത വീഡിയോ കാണാം. ബൈ.